വലിയ രീതിയിൽ തരംഗമായിട്ടുള്ള ഒരു യൂണിവേഴ്സ് ആയിരുന്നു ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ്. ഈ ഒരു ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ തുടക്കമായി വരാനിരിക്കുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് ചാപ്റ്റർ 0 എന്ന ഷോർട്ട് ഫിലിം. ഈ ഒരു ഷോർട്ട് ഫിലിം എപ്പോഴാണ് വരിക എന്നുള്ള എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ ഒരു ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടിംഗ് കുറച്ച് പെൻഡിങ് ആയി കിടക്കുകയാണ്. കാരണം ഈ ഒരു ഷോർട്ട് ഫിലിമിൽ കുറച്ച് ബിഗ് സ്റ്റാർസിനെയൊക്കെ സമീപിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിൽ അഭിനയിക്കാൻ. പക്ഷെ അവരുടെയൊക്കെ ഡേറ്റ് കിട്ടാൻ താമസിച്ചത് കൊണ്ടൊക്കെ അല്ലെങ്കിൽ അവരൊന്നും അവൈലബിൾ ആകാത്തത് കൊണ്ടാണ് ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പെൻഡിങ് ആകാൻ കാരണം. ആ ഒരു ബിഗ് സ്റ്റാർസിന്റെ ഒക്കെ ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആക്കുന്നതാണ്. ഈ ഒരു ചിത്രം ഷോർട്ട് ഫിലിം റിലീസിന് എത്തിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് വഴി ആയിരിക്കുമെന്നും ചിത്രത്തിന്റെ ടീം ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. നെസ്ലിൻ നായകനെ തിയേറ്ററിലേക്ക് റിലീസിന് താണ്ടിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ആലപ്പുഴ ജിങ്കാന എന്ന ചിത്രം. തല്ലുമാല ചിത്രത്തിന് ശേഷം ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ള ഒരു കിടിലം ഇടിപ്പടം തന്നെയാണ്. ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ഇവരുന്ന ഏപ്രിൽ 10 ചിത്രം തിയേറ്ററിലേക്ക് റിലീസിന് എത്തുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ സെക്കൻഡ് സിംഗിൾ ഇന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ സെൻസറിങ് കഴിഞ്ഞിരിക്കുകയാണ്. സെൻസർ ബോർഡിൽ നിന്ന് US സർട്ടിഫിക്കറ്റ് ആണ് ഈ ഒരു ചിത്രത്തിന് നേടാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ വമ്പൻ റിലീസാണ് വിഷു റിലീസായി തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്നത്. ഒന്നാമത്തെ ചിത്രമാണ് ഏപ്രിൽ 10 തന്നെ തിയേറ്ററിലേക്ക് റിലീസിനെത്തുന്ന ഗുഡ് ബാഡ് അഗ്ലി എന്ന അജിത് ചിത്രം. രണ്ടാമത്തെ ചിത്രമാണ് നമ്മൾ മലയാളത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന മമ്മൂക്കയുടെ ബസൂങ്ക എന്ന ചിത്രം. അടുത്തത് ബേസിന്റെ മരണമാസ് എന്ന ചിത്രം. ഇപ്പോൾ ആ ഒരു ലിസ്റ്റിലോട്ട് പുതിയൊരു ചിത്രം എന്ന രീതിയിൽ ഇല്ലെങ്കിൽ ഈ ഒരു ചിത്രം ചിലപ്പോൾ ഏപ്രിൽ 11 റിലീസിനെത്തുമെന്ന റൂമറുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഏപ്രിൽ 10 ഈ ഒരു ചിത്രം റിലീസിനെത്തി. വലിയ രീതിയിൽ ഒരു ക്ലാഷ് തന്നെ ആയിരിക്കുകയാണ്. ധ്യാൻ ശ്രീനിവാസൻ നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്തി പരാജയപ്പെട്ടു പോയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ജയിലർ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസ് ഈ വരുന്ന ഏപ്രിൽ 4 മനോരമ മാക്സ് വഴി നടക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി ഒരു പോസ്റ്റർ വഴി കൺഫേം ആക്കിയിരിക്കുകയാണ്. ലാലേട്ടൻ നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്തി വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയിട്ടുള്ള ചിത്രമായിരുന്നു എമ്പുരാൻ എന്ന ചിത്രം. ലൂസിഫർ, എമ്പുരാൻ എന്നീ ലൂസിഫർ ഫ്രാഞ്ചൈസിയിൽ വരുന്ന ഇനിയും വരാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് L3 എന്ന ചിത്രം. ചിത്രത്തിന്റെ പേരായി എസ്രയാൽ എന്ന് വരുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി തന്നെ ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ്. പൃഥ്വിരാജ് നായകനായി ഏറ്റവും പുതിയതായി വരാനിരിക്കുന്ന ചിത്രമാണ് നോബഡി എന്ന ചിത്രം. ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കുന്നത് കെട്ടിയോളാണ് എൻ്റെ മാലാഖ, റോഷാക്ക് പോലുള്ള ചിത്രങ്ങളിലൊക്കെ സംവിധാനമായിട്ടുള്ള നിസാം ബഷീറാണ്. ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അല്ലെങ്കിൽ ഈ ഒരു ചിത്രം തുടങ്ങാൻ പോകുന്നത് ഈ വരുന്ന ഏപ്രിൽ 9 മുതലായിരിക്കുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ഇതൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരിക്കും എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റൂമറുകളൊക്കെ സൂചിപ്പിക്കുന്നത്. സൂര്യ നായകനെ തിയേറ്ററിലേക്ക് റിലീസിന് താണ്ടിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് റെട്രോ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിലുള്ള ഒരു കിടിലൻ കംബാക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മഹാൻ പേട്ട പോലുള്ള സിനിമകളിലൊക്കെ സംവിധാനമായിട്ടുള്ള കാർത്തിക് സുബ്രാജാണ് ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കുന്നത്. ഈ ഒരു ചിത്രം വരുന്ന മെയ് 1 വെള്ളിയോടെ തിയേറ്ററിലേക്ക് റിലീസിന് എത്താൻ ഈ ഒരു ചിത്രത്തിലുള്ള സൂര്യയുടെ ഡബിംഗ് പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. കത്തി തുപ്പാക്കി സർക്കാർ പോലുള്ള ചിത്രങ്ങളൊക്കെ സംവിധാനമായിട്ടുള്ള AR മുരുകദോസ് ഏറ്റവും പുതിയ സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ള സൽമാൻ ഖാന് വേണ്ടി ഒരു ചിത്രമാണ്. ചിത്രത്തിന്റെ പേരായി വരുന്നത് സിക്കന്ദർ എന്നാണ്. ഈ ഒരു ചിത്രത്തിൽ നായിക ചെയ്തിട്ടുള്ളത് രശ്മിക മന്ദാനയായിരുന്നു. ഈ ഒരു ചിത്രത്തിന്റെ ഒരു ബിലോ ആവറേജ് റെസ്പോൺസ് ഒക്കെ നേടാൻ സാധിച്ചെങ്കിലും പക്ഷേ ഈ ഒരു ചിത്രത്തിന് അതിൽ മികച്ചൊരു കളക്ഷനാണ് ഇപ്പോൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ചിത്രം ഇപ്പോൾ തന്നെ വേലൂരായിട്ട് 141 കോടി രൂപ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ഒഫീഷ്യലി ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ്. ഫെബ്രുവരി 14 തിയേറ്ററിലേക്ക് റിലീസിന് എത്തിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു പൈങ്കിളി എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന് അത്യാവശ്യം നല്ലൊരു ഹൈപ്പോട് കൂടിയായിരുന്നു തിയേറ്ററിലേക്ക് റിലീസിനെത്താൻ എത്തിയത്. കാരണം ഈ ഒരു ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിട്ടുള്ളത് ആവേശം, രോമാഞ്ചം പോലുള്ള ഉള്ള ചിത്രങ്ങളുടെ ഒക്കെ തിരക്കഥ ഒരുക്കിയിട്ടുള്ള ജിത്തു മാധവായിരുന്നു. പക്ഷെ ആ ഒരു പ്രതീക്ഷയ്ക്കൊത്ത് ഈ ഒരു ചിത്രം എത്താത്തത് കൊണ്ടൊക്കെ തന്നെ ഈ ഒരു ചിത്രം ഒന്ന് പരാജയപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിനെ മിക്കവരും തന്നെ കാത്തിട്ടുണ്ടായിരുന്നു. ഈ വരുന്ന ഏപ്രിൽ 11 മനോരമ മാക്സ് വഴി OTT റിലീസിന് എത്തിക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി ഒരു പോസ്റ്റർ വഴി കൺഫേം ആക്കിയിരിക്കുകയാണ്. അജിത് നായകന് ഈ വരുന്ന ഏപ്രിൽ 10 തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ബുക്കിംഗ് ഒക്കെ ഈ വരുന്ന ഏപ്രിൽ 4 ഓപ്പൺ ചെയ്യുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലറിനായി കുറെ ആൾക്കാരായിരുന്നു കാത്തിട്ടുള്ളത്. ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ നാളെ പുറത്തിറങ്ങുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലർ സെൻസറിങ് ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല. എന്നാലും ചിത്രത്തിന്റെ ട്രെയിലർ സെൻസറിങ് ഡ്യൂറേഷൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. 2 മിനിറ്റും 18 സെക്കൻഡുമാണ് ചിത്രത്തിന്റെ ട്രെയിലറിന്റെ ഡ്യൂറേഷനായി വരുന്നത്. ഒരു കിടിലം ആയിട്ടുള്ള ഒരു ഡ്യൂറേഷൻ ആയിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഒരു മാസ് മസാല സിനിമയ്ക്ക് വേണ്ട ഒരു ട്രെയിലർ ഡ്യൂറേഷൻ ഇത് തന്നെയാണ്. ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലർ നാളെ തന്നെ പുറത്തിറങ്ങുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ പോസ്റ്റർ അപ്ഡേറ്റ് ചിത്രത്തിന്റെ ടീമിന്റെ ഭാഗത്ത് നിന്ന് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രത്തിന് ഇപ്പോഴും വലിയൊരു ഹൈപ്പ് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ വരുമ്പോൾ അതിലും വലിയൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക.